സൗജന്യമായി ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചു നീലിമലയിൽ. 10,000-കണക്കിന് തീർത്ഥാടകരാണ് സൗജന്യമായി അവിടെ സേവനം ഏറ്റുവാങ്ങാൻ എത്തിയത്. ഞാൻ സൂചിപ്പിച്ചത്, ഒരു ജില്ലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു പാലിയേറ്റീവ് കെയർ സെന്ററായി PRPC പ്രവർത്തിക്കുമ്പോൾ അതിന്റെ രക്ഷാധികാരിയായിട്ടാണ് ശ്രീ KP ഉദയഭാനു പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മാനവ ശ്രേഷ്ഠ പുരസ്കാരം ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി, ആരോഗ്യമന്ത്രി ശ്രീ KP ഉദയഭാനുവിന് നൽകിയത്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ വലിയ സേവനങ്ങൾ നടത്തുന്നവരാണ്. പ്രിയപ്പെട്ട വൈദ്യരടക്കം, മനു ഡോക്ടർ അടക്കം, മാമച്ചായൻ അടക്കം, അങ്ങനെ നിരവധി പ്രശസ്തർ, അനേകരെ സഹായിക്കുന്ന, അനേക ആയിരങ്ങളിലെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ അനേകർ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഈ വിശിഷ്ടമായ ചടങ്ങ് അവരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, നമ്മുടെ സിസ്റ്റർ തബിത ഇവിടെയുണ്ട്. നമ്മുടെ പത്തനംതിട്ടയിലെ ക്ലീമീസ് മെത്രാപ്പോലീത്ത തിരുമേനി, അദ്ദേഹം നടത്തുന്ന വലിയൊരു ആശ്രമം, ഒരു വൃദ്ധജന മന്ദിരം നമ്മുടെ വെച്ചുച്ചിറയിലുണ്ട്. അവിടെ തിരുമേനി തന്നെ പറഞ്ഞു, ഈ വചനഘോഷണത്തിന്റെയും പ്രസ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളാണ് അവിടെ ആ കേന്ദ്രത്തെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അനേക പരിപാടികൾ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഞാൻ ഒടുവിൽ പറയാനിരിക്കുകയായിരുന്നു, തോമസ് ഊട്ടി പാസ്റ്റർ, അദ്ദേഹം ആത്മീയ രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഒരു കടാവിളക്കായി നക്ഷത്ര ശോഭയോടെ നമ്മുടെ നാടെങ്ങും തിളങ്ങി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും തോമസ് ഊട്ടി പാസ്റ്ററുടെ നിതാന്തമായ ഈ പരിശ്രമം, അദ്ദേഹത്തിന് എല്ലാവരുമായും വലിയ വ്യക്തിബന്ധങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരുമായും. അവിടെ വരെ എത്തിയിട്ടില്ല, അവിടെ ഉടനെ എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വലിയ വ്യക്തിബന്ധങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം, കോടിയേരിയോടൊപ്പം, ഉമ്മൻചാണ്ടിയോടൊപ്പം, അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ശ്രീധരൻപിള്ള ഗവർണർ അദ്ദേഹത്തിന്റെ സ്വന്തം ആളാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, അങ്ങനെ വലിയ വ്യക്തിബന്ധങ്ങളുള്ള തോമസ് ഊട്ടി പാസ്റ്ററുടെ ഈ മഹാപ്രസ്ഥാനം കൂടുതൽ പടർന്ന് പന്തലിക്കാൻ ഇടവരുത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി മാനവ ശ്രേഷ്ഠ രത്ന പുരസ്കാരം കരസ്ഥമാക്കിയ ശ്രീ KP ഉദയഭാനുവിനെ ഞാൻ ഏറ്റവും ബഹുമാനത്തോടെ ഒരിക്കൽ കൂടെ ഈ നാടിന്റെ പേരിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷ ഈ മനോഹരമായ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും സ്നേഹ ബഹുമാനങ്ങളോട് കൂടി അഭിവാദ്യം ചെയ്യുന്നു. 100ഓളം ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളുടെ പൊതു പ്ലാറ്റ്ഫോമായ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന്റെയും വേൾഡ് ക്രിസ്ത്യൻ TVയുടെയും നേതൃത്വത്തിൽ നമ്മുടെ നാടിന്റെ നക്ഷത്രങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാഗതത്തിൽ ഇതിന്റെ സംഘാടകനായ തോമസ് ഊട്ടി പുന്നൂസ് പാസ്റ്റർ സൂചിപ്പിച്ചത്, അദ്ദേഹത്തെ എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്നാണ്. അങ്ങനെ അധികമാർക്കും പിടികിട്ടാത്ത ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെയാണ് തോമസ് ഊട്ടി പുന്നൂസ് പാസ്റ്റർ എന്ന് അദ്ദേഹത്തെ നന്നായി അറിയാവുന്നവർക്ക് തിരിച്ചറിയാം. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് റാന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി റാന്നിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. അന്ന് മുതൽ ഇന്നോളം വൈവിധ്യമാർന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഏറ്റവും ഒടുവിൽ നമ്മുടെ വൃദ്ധ മന്ദിരം ആലിച്ചായനം ഉണ്ടായിരുന്നു. ഒരുമിച്ച് അവിടെ പോയി അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക്, അവിടുത്തെ മുതിർന്നവർക്കും തൊട്ടപ്പുറത്തുള്ള ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങൾക്കുമെല്ലാം വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് വരെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പരമ്പര അദ്ദേഹം ഏറ്റെടുത്തത് ഞാൻ ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ആത്മീയമായ വഴികൾക്കപ്പുറം സാമൂഹ്യം എന്ന് പറയേണ്ടതില്ല. കാരണം ആത്മീയ വഴികൾക്ക് സാമൂഹ്യ പ്രവർത്തനത്തിൽ വലിയ പങ്കുണ്ട്. അങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്ന തോമസ് ഊട്ടി പുന്നൂസ് പാസ്റ്ററുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനം കേരളത്തിന്റെ മന്ത്രിയുടെയും വൈവിധ്യമാർന്ന രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച ആളുകളുടെയും
സാന്നിധ്യത്താൽ, സവിശേഷമായ സാന്നിധ്യത്താൽ ഏറെ പ്രത്യേകത നിറഞ്ഞതായി മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ദിവസത്തിനും ഈ ഓഡിറ്റോറിയത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിൽ മാർച്ച് 13 പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് കൊടുത്തു. അധ്യാപകനായിട്ടൊരു പ്രശ്നമുണ്ട് അല്ല, ഇടയ്ക്കൂടി വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അറ്റൻഷൻ അങ്ങ് പോകും. ടീന ടീച്ചർ എന്നോട് യോജിക്കുമെന്ന് തോന്നുന്നല്ലേ, നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു അറ്റൻഷൻ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ദിവസം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. 3:30 തന്നെയാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന അതേ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷൻ്റെയും വേൾഡ് ക്രിസ്ത്യൻ ടിവിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവരെ ആദരിക്കുവാൻ എടുത്ത തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ നൽകിയ ആദരവിന് ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും. ഇതിൽ പങ്കെടുക്കണമെന്ന് തോമസ് കുട്ടി പാസ്റ്റർ പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ആ സ്നേഹപൂർവമായ നിർബന്ധത്തിന് കീഴടങ്ങുകയല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. അദ്ദേഹം ആത്മീയ രംഗത്ത് പാസ്റ്ററായി പ്രവർത്തിക്കുമ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം എല്ലാ മേഖലയിലും ഇടപെടുന്നു. അദ്ദേഹം തന്നെ ഒരു വലിയ പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും സഹകരണവും ഉണ്ടാവും. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തിമുദ്ര പതിച്ച ആളുകളെല്ലാം ഇവിടെയുണ്ട്. രാജു അബ്രഹാമുണ്ട്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട MLA ഉണ്ട്, മറ്റ് സാമൂഹികമായും രാഷ്ട്രീയമായും ആത്മീയമായും എല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സദസ്സാണ്. ഇവിടെ എല്ലാവരും ഒത്തുകൂടുവാനും ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാനും തയ്യാറായ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒത്തുചേർന്ന് മുന്നോട്ട് പോകാം. നാടിൻ്റെ വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ജീവിതത്തിൽ പ്രയാസമനുഭവിക്കുന്നവർ, അവരെയെല്ലാം നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ജില്ലയിൽ 11 സൊസൈറ്റികളായി ഞങ്ങൾ 97 സോണൽ കമ്മിറ്റികൾ, ഏതാണ്ട് 920 വാർഡുകളിൽ, അതൊരു വാർഡിൽ 10 വാളണ്ടിയർമാർ വെച്ചാണ് ഞങ്ങൾക്കുള്ളത്. 15-ാം തീയതി അവരുടെ വാർഡ് തലത്തിലുള്ള ട്രെയിനിങ് നടക്കുകയാണ്. സംയുക്തം നമ്മുടെ ജില്ലയിലെ മുഴുവൻ കിടപ്പ് രോഗികളെയും പരിചരിക്കുക, ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന, ജീവിതത്തിലെ എല്ലാ മേഖലയിലും പ്രയാസപ്പെടുന്നവർ. വേൾഡ് ക്രിസ്ത്യൻ TV ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭാ ആസ്ഥാനമായ അപ്രൈം സെമിനാരിയിൽ വെച്ച് ഞങ്ങൾ ജ്ഞാനായ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ക്രൈസ്തവർക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജാതി മത വ്യത്യാസമില്ലാത്ത ആൾക്കാർക്കും അവരുടെ പ്രതിസന്ധികൾ, അവരുടെ വാർത്തകൾ, അവരുടെ പ്രശ്നങ്ങൾ ലോകത്തെ അറിയിക്കുന്നതിന് ഈ ചാനൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. ഇവിടെ മുമ്പേ നേരത്തെ നമ്മുടെ റാന്നിയുടെ MLA പ്രമോദ് നാരായണൻ പറഞ്ഞതുപോലെ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ ഒരു വലിയ മനുഷ്യനായി അദ്ദേഹത്തിനോടൊക്കെ എങ്ങനെ സംസാരിക്കുമെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്കൊരു കാലത്ത്. ഞാനെന്ന അടുത്ത സമയത്ത് ഞങ്ങളുടെ കോമളം പാലവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ കുറച്ച് പേര്, ആ നാട്ടിലെ ജനപ്രതിനിധികളും ഞങ്ങളെല്ലാവരും കൊണ്ട് അദ്ദേഹത്തെ കാണുകയുണ്ടായി. എന്ത് സിമ്പിളായ ഒരു മനുഷ്യനാണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ ചീഫ് എഞ്ചിനീയർമാരെയും എല്ലാവരെയും ഫോൺ ചെയ്ത് ഇപ്പൊ ഇന്നലത്തെ പേപ്പറിലെ കേരള
നിയമസഭയിൽ പാസാക്കിയ ബഡ്ജറ്റിൽ ആ കോമളം പാലത്തിന് 12 കോടി രൂപ അനുവദിപ്പിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഉദയഭാനു സാറിനാണ്. അതുപോലെ തന്നെ അവിടെ ഞങ്ങൾക്ക് ഈ പാലം പണി തീരുമ്പോൾ ചിലപ്പോൾ 2-3 വർഷം എടുക്കും. അതിന് ഞങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു തുരുത്തായി മാറിയിരിക്കുന്ന പ്രദേശത്ത് താൽക്കാലികമായിട്ട് ഒരു പാലം ഉണ്ടാക്കി തരുന്നതിനും ഗവൺമെന്റിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി അതിന്റെയും പണി ഇപ്പോൾ തന്നെ ആരംഭിക്കും. അതിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് ഉദയഭാനു സാർ മാത്രമാണ്. ഞങ്ങളുടെ നാടിന്റെ മുഴുവൻ, ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഇവിടെ വെച്ച് കാണുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആ നാടിന്റെ, ആ മല്ലപ്പള്ളി താലൂക്കിലുള്ള ഈ കല്ലൂപ്പാറ, തുരുത്തിക്കാട് ആ ഭാഗത്തെ, അവിടെയൊക്കെ ഞങ്ങളുടെ സമുദായത്തിലെ ഒത്തിരി ദേവാലയങ്ങളും ആളുകളും ഉണ്ട്. അവരുടെയുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ ഇന്ന് ഈ പരിപാടി സമയമില്ലല്ലോ, ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ പ്രവർത്തകർ, തോമസ് കുട്ടി ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയും, ഈ രാജു എബ്രഹാമെ, അതുപോലെ തന്നെ പ്രമോദ് നാരായണൻ, ഇവരെല്ലാവരും ഇത് അവരുടെ സമയം കണ്ടെത്തി ഇവിടെ വന്നിരിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എന്നെ 2-3 ദിവസമായിട്ടുള്ള ജ്ഞാനായ കമ്മിറ്റി മെമ്പറായ ആലിച്ചൻ ആറൊന്നില്, അതുപോലെ ജിജി അച്ഛനെ, ഇങ്ങനെ പലരും ഉണ്ട് സമുദായവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എന്നെ ഇവിടെ ക്ഷണിച്ച് എനിക്ക് ഒരു ആദരവ്, അത്